കൊച്ചി നഗരത്തിൽ പാലാരിവട്ടം ജംഗ്ഷൻ അരികെ നേതാജി റോഡിലുള്ള മനോഹരമായൊരു വീടാണിത്. സ്വപ്നം. കണ്ടംപററി സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അനുസരിച്ച് നിർമ്മിച്ച ഒരു സുന്ദര സൗധം. റൂഫിംഗ് പാറ്റേണിലും പാരപ്പറ്റ് വർക്കിലുമൊക്കെ ചില ഓർണമെന്റൽ വർക്കിന്റെ ചാരുതയമായി നിലകൊള്ളുന്ന ഒരു വെൺമാളിക. കൊല്ലം കൊട്ടിയം സ്വദേശിയും ഗൾഫ് മലയാളിയുമായ ശ്രീ AR താഹയുടേതാണ് ഈ വീട്. ഭാര്യ സപ്നയുടെ പേരിലൊരുക്കിയ മനോഹരമായൊരു വീട്. 6.25 സെന്റ് സ്ഥലത്താണ് ഈ വീടിന്റെ നിർമ്മാണം. വലിപ്പം 2850 സ്ക്വയർ ഫുട്ട്. 4 കിടപ്പുമുറികൾ അടിസ്ഥാന സൗകര്യമായി ഒരുക്കിയതാണ് ഈ വീട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2ഉം അപ്സ്റ്റെയറിൽ 2ഉമായി 4 കിടപ്പറകൾ. പിന്നെ ഈ ലിവിംഗ് ഏരിയ, ഈ കോർട്ട്യാർഡ്, ഈ ഫാമിലി സിറ്റിംഗ് സ്പേസ്, 2 സെക്ഷനായി ഒരുക്കിയ ഈ കിച്ചൺ, ഈ അപ്പർ ലിവിംഗ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളും, വലിയൊരു കാർ പോർച്ച്, ഫ്രണ്ട് സൈഡ് ഗാർഡൻ, ഈ റൂഫ് ടോപ്പ് ഗാർഡൻ തുടങ്ങിയ സൗകര്യങ്ങൾ വേറെയും. 6.25 സെന്റിൽ ഇങ്ങനെ വലിയൊരു കുടുംബത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടാണിത്. കൊച്ചിയിലെ ശ്രീ V മഹേഷാണ് ശ്രീ AR താഹയ്ക്ക് വേണ്ടി ഈ വീട് രൂപകൽപ്പന ചെയ്തത്. ചെറിയൊരു പ്ലോട്ടിൽ ആകർഷകമായ എക്സ്റ്റീരിയർ ഫീച്ചറുകളും നിരവധി അകമുറി സജ്ജീകരണങ്ങളുമായാണ് ശ്രീ V മഹേഷ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. വീടിനെക്കുറിച്ച് ശ്രീ താഹയ്ക്കുള്ള എല്ലാ സ്വപ്നങ്ങളും ഉൾപ്പെടുത്തിയുള്ളൊരു നിർമ്മിതി. കൊല്ലം സ്വദേശിയെങ്കിലും കൊച്ചി നഗരത്തിൽ മതി തന്റെ വീട് നിർമ്മിക്കുന്നത് എന്ന് കരുതി ശ്രീ താഹ വാങ്ങിയതാണ് ഈ വീട് നിർമ്മിച്ച 6.25 സെന്റ് പ്ലോട്ട്. പ്ലോട്ട് വാങ്ങിയതിൽ പിന്നെ വീടിന്റെ ഡിസൈനിംഗ് വർക്കിനായി പല എഞ്ചിനീയർമാരെയും സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പ്ലോട്ടിന്റെ വിസ്തൃതി ചെറുതായതിനാൽ താഹയുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഒരു ഡിസൈൻ നൽകുവാൻ പലർക്കും സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ശ്രീ താഹ V മഹേഷിനെ തേടി ചെല്ലുന്നത്. ഞാനൊരു വീട് വയ്ക്കുന്ന ആവശ്യത്തിന് വേണ്ടി പല എൻജിനീയേഴ്സുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ എൻ്റെ സ്ഥലപരിമിതിയും എൻ്റെ ആവശ്യകതയും ഇവരോടെല്ലാം വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ പലരിൽ നിന്നും കിട്ടിയ അഭിപ്രായത്തിൽ എൻ്റെ ആവശ്യകത പൂർണ്ണമായും നടത്തിത്തരാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. ആവശ്യകതയെന്ന് പറയുന്നത് എനിക്ക് താഴെ ഒരു ഫാമിലി ലിവിങ്, ഗസ്റ്റ് ലിവിങ്, 2 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോറ്, എല്ലാത്തിനുപരി ഒരു നടുമുറ്റവും. മുകളിലത്തെ ഭാഗത്ത് 2 ബെഡ്റൂമും 1 ഹാളുമാണ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ പലരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എങ്കിലും അവർക്കൊക്കെ ഈ സ്ഥലപരിമിതിക്കുള്ളിൽ ഈ പറയുന്ന ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ആ അവസരത്തിലാണ് മിസ്റ്റർ മഹേഷുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നത്. താഹയുടെ റിക്വയർമെന്റ്സ് എല്ലാം ഉൾപ്പെടുത്തി അങ്ങനെ മഹേഷ് രൂപകൽപ്പന ചെയ്ത ഡിസൈനാണ് ഇപ്പോൾ ഈ വീടായി മാറിയിരിക്കുന്നത്. 4 കിടപ്പുമുറികളും ലിവിംഗ് ഏരിയയും നടുമുറ്റവും ഡൈനിങ് ഏരിയയും കിച്ചണും ഗാർഡനും ഒക്കെ ഉൾപ്പെട്ട വീട്. ആർക്കിടെക്ചറലായി ഈ വീടിനെ ശ്രദ്ധേയമാക്കുന്ന ഘടകം ഇതിന്റെ എക്സ്റ്റീരിയറാണ്. കേരളത്തിന്റെ പാരമ്പര്യ വാസ്തുകലയിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ എലിവേഷൻ, ഫ്ലാറ്റ് റൂഫ് ഹൗസ്, അതിന് സവിശേഷമായ പാരപ്പറ്റ് വർക്ക്, കാർപോർച്ചിന് മുകളിലായി സെമി സർക്കിൾ ആകൃതിയിൽ നൽകിയ റൂഫിംഗ് പാറ്റേൺ. കണ്ടംപററി സ്റ്റൈൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ എക്സ്റ്റീരിയർ ഡിസൈൻ ഈ വീടിന് വല്ലാത്തൊരു ആകർഷണീയത നൽകുന്നുണ്ട്. മിസ്റ്റർ താഹ പറഞ്ഞത് അദ്ദേഹത്തിന് ഫ്ലാറ്റ് റൂഫുള്ള ഒരു ഡിസൈനാണ് വേണ്ടത്. അതനുസരിച്ച് തന്നെയാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഞാൻ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാറുള്ളത് സ്ലോപ്പ് റൂഫിൽ ഓടുകളും മറ്റും പതിച്ച വീടുകളും പിന്നെ ഔട്ട്സൈഡിൽ പല പല കളറുകൾ നൽകിയ വീടുകളുമാണ്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി തന്നെയാണ് ഈ വീടിൻ്റെ ഔട്ട്സൈഡ് ഞാൻ ഒരുക്കിയിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് പാരപ്പറ്റിൽ മനോഹരമായ ഡിസൈനുകൾ നൽകിയും പിന്നെ ഫ്രണ്ട് എലിവേഷൻ മാത്രമല്ല ഔട്ട്സൈഡിലും
വൈറ്റ് പെയിൻറ്റ് നൽകിക്കൊണ്ടാണ് ഈ വീട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെറിയ പ്ലോട്ടാണെങ്കിലും ബിൽഡിംഗ് റൂൾ എല്ലാം പാലിച്ചാണ് ഈ വീടിന്റെ നിർമ്മാണം. റോഡിൽ നിന്നും 3 മീറ്റർ മാറിയാണ് കൺസ്ട്രക്ഷൻ. ആ സെറ്റ് ബാക്ക് ഏരിയ നല്ലൊരു മുറ്റവും ലാൻഡ്സ്കേപ്പ് ഗാർഡനുമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഭംഗിയേറിയ ഒരു ലാൻഡ്സ്കേപ്പ് വർക്ക്. ഗേറ്റിന് നേരെയായി തന്നെയാണ് ഇവിടുത്തെ കാർ പോർച്ച്. വലിയ കാറുകൾ പോലും പാർക്ക് ചെയ്യാവുന്ന വിശാലമായ കാർ പോർച്ച്. കാർ പോർച്ചിനരികിലായി ഒരു സിറ്റൗട്ടും നൽകിയിട്ടുണ്ട്. താൽക്കാലിക സന്ദർശകർക്ക് ഇരിക്കാവുന്ന സൗകര്യവും സിറ്റൗട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. സിറ്റൗട്ടിനോട് ചേർന്ന് എൻട്രി ഡോർ. ലാളിത്യമാർന്ന അലങ്കാര വേലകൾ നൽകിയുള്ള ഇരുപാളി കതക്. അത് തുറന്നാലുടൻ ഫോമൽ ലിവിംഗ് സ്പേസ് ആണ്. കതക് തുറന്നാൽ തൊട്ടു വലതുവശത്തായി തന്നെയാണ് ഈ ലിവിംഗ് ഏരിയ. പ്രത്യേകതരം സെറ്റുകളും ചെയറുകളും കൊണ്ട് ഫർണിഷ് ചെയ്ത ഭംഗിയേറിയ ഒരു ലിവിംഗ് സ്പേസ്. ഈ ലിവിംഗ് സ്പേസിന് തൊട്ടിപ്പുറത്തായി ഒരു കോർട്ട്യാർഡാണ്, ഒരു നടുമുറ്റം. നടുമുറ്റത്തിനിപ്പുറം ഒരു കമ്പൈൻഡ് ഏരിയയായി ഡൈനിങ് സ്പേസും ഫാമിലി ലിവിംഗ് സ്പേസും. ഈ ഫാമിലി ലിവിംഗ് ഏരിയയ്ക്കരികിലായാണ് TV കാണുവാനും മറ്റുമുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഫോമൽ ലിവിംഗ് ഏരിയയിൽ ഗൃഹനാഥനെ കാണുവാൻ വന്ന ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ സാന്നിധ്യം വീട്ടിലെ മറ്റംഗങ്ങൾക്ക് പ്രശ്നമാകാത്ത വിധത്തിൽ ഒരുക്കിയതാണ് ഈ ഫാമിലി ലിവിംഗ് സ്പേസ്. ഓപ്പൺ സ്റ്റൈൽ ഡിസൈൻ ആണെങ്കിലും തെല്ല് പ്രൈവസി കൂടി എൻഷുർ ചെയ്തുള്ള രൂപകൽപ്പന. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ലിവിംഗ് ഏരിയയാണ് ഞാൻ നൽകിയിട്ടുള്ളത്. ഒന്ന് ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയും മറ്റൊന്നൊരു ഫാമിലി ലിവിംഗ് ഏരിയയും. TVയും മറ്റും നൽകിയിട്ടുള്ളത് ഈ വീടിൻ്റെ ഫാമിലി ലിവിംഗ് ഏരിയയിലാണ്. സാധാരണഗതിയിൽ അപ്പർ ലിവിംഗ് ഏരിയയിലാണ് TVയും മറ്റും സാധാരണ വീടുകളിൽ നൽകാറുള്ളത്. ഈ വീടിൻ്റെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഈ വീടിൻ്റെ അപ്സ്റ്റെയർ ഞാൻ ഒരുക്കിയിരിക്കുന്നത് മിസ്റ്റർ താഹയുടെ മക്കൾക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന് 2 മക്കളാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പഠനത്തിനും മറ്റും പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ അപ്സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ TVയും മറ്റും അപ്പർ ലിവിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പഠനത്തിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് TV താഴത്തെ ഈ ഫാമിലി ലിവിംഗ് ഏരിയയിൽ ഞാൻ നൽകിയിട്ടുള്ളത്. കൂടാതെ ഫോർമൽ ലിവിംഗ് ഏരിയയിൽ നിന്നൂടെ കാണത്തക്ക രീതിയിലാണ് ഈ വീട്ടിൽ ഞാൻ TVയുടെ പൊസിഷൻ നൽകിയിട്ടുള്ളത്. കോമ്പാക്റ്റായ ഒരു നടുമുറ്റമാണിത്. നല്ലൊരു കുഴി അങ്കണം, മാർബിൾ പെബിൾസിന്റെ ഭംഗി നിറഞ്ഞ ഇടം. ഇതിന് നേരെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിനും അതിൻ്റെ മുകളിൽ ടോപ്പ് റൂഫിനും ഓപ്പണിംഗ് നൽകി തന്നെയുള്ള ഡിസൈൻ. മുറിയിലെ ചൂടുവായു പുറന്തള്ളുവാൻ സഹായിക്കും ഈ ഓപ്പണിംഗ്. എന്നാൽ സൺലൈറ്റോ മഴയോ നേരിട്ട് പതിക്കാത്ത വിധത്തിൽ ടോപ്പ് റൂഫിന് മുകളിൽ ചെറിയൊരു ഡൂം നൽകിയിട്ടുമുണ്ട്. കൃത്രിമമായി മഴ പെയ്യിക്കുവാനുള്ള സജ്ജീകരണങ്ങളോടെയാണ് ഇതിന്റെ നിർമ്മാണം. നല്ല ഉഷ്ണവേളയിൽ ഇതുപോലെ കുറച്ചുനേരം കൃത്രിമ മഴ പെയ്യിച്ചാൽ ഇവിടെ നല്ല കുളിർമ ലഭിക്കും. ഇതിനു പുറമെ കുന്തിരിക്കം പോലെയുള്ള സുഗന്ധധൂപങ്ങൾ പരത്തുവാനും ഇവിടെ ഒരു അപൂർവ നിർമ്മിതിയുണ്ട്. ചന്ദനത്തിരിയോ കുന്തിരിക്കമോ ഊതോ കർപ്പൂരമോ പുകച്ച് വീട്ടകം മുഴുക്കെ സുഗന്ധം പരത്തുവാനുള്ള ഒരു സംവിധാനം. മിസ്റ്റർ മഹേഷ് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോ ഭാഗങ്ങളെ കുറിക്കുന്ന ഒരു ഏകദേശ രൂപരേഖ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായി തോന്നിയിരുന്നത് നടുമുറ്റത്തിൻ്റെ പ്രത്യേകതകളാണ്. അത് 1 വീടിനുള്ളിൽ പുക നിറയ്ക്കുക, 2 മഴത്തുള്ളികൾ വീഴുക. ഇത് രണ്ടും പറഞ്ഞപ്പോഴും ഒരവിശ്വസനീയമായൊരവസ്ഥ പോലെ തോന്നിയിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ആ പറഞ്ഞത് പൂർണ്ണമായും യാഥാർത്ഥ്യത്തിൽ കാണാൻ കഴിഞ്ഞു. അതായത് ഈ നടുമുറ്റത്തിൻ്റെ താഴെ പുക വരാനുള്ളൊരു സംവിധാനം അദ്ദേഹം ചെയ്തു. മുകളിൽ നിന്ന് മഴത്തുള്ളികൾ വീഴുന്നു. ഈ 2 പ്രത്യേകതകളിലും മഴത്തുള്ളി സ്ഥിരമായി വീഴുന്നത് കൊണ്ട് വീടിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പുക നിറയുന്നു എന്ന് പറഞ്ഞാൽ കുന്തിരിക്കം പോലുള്ള സാധനങ്ങൾ നമ്മൾ പുകയ്ക്കുമ്പോൾ പൂർണ്ണമായും ഒരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ നമ്മുടെ വീട്ടിൽ കിട്ടുന്നു.
ഒരു കോർട്ട്യാർഡിന് സാധാരണയുള്ള മെച്ചം വെന്റിലേഷനാണ്. അതിലുപരിയായി 2 പ്രധാന നേട്ടം കൂടിയുണ്ട് എന്നതാണ് ഈ വീട്ടിലെ പ്രത്യേകത. മിസ്റ്റർ താഹയുടെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു വീടിനുള്ളിൽ ഒരു നടുമുറ്റം വേണമെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു നടുമുറ്റം നൽകിയാണ് ഞാൻ ഈ വീടിൻ്റെ ഡിസൈൻ നൽകിയിട്ടുള്ളത്. വളരെ ചെറിയൊരു പ്ലോട്ടായതിനാൽ വളരെ വലിയൊരു നടുമുറ്റം നൽകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനാൽ ഒരു ചെറിയ നടുമുറ്റമാണ് ഈ വീടിന് ഞാൻ നൽകിയിട്ടുള്ളത്. ഈ നടുമുറ്റം മുകളിൽ ഓപ്പണായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതിനാൽ താഴത്തെ മാക്സിമം വെന്റിലേഷനും മറ്റും ഈ വെന്റിലേഷനും മറ്റും നടുമുറ്റം കൊണ്ട് ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ നടുമുറ്റത്ത് ഒരു ആർട്ടിഫിഷ്യൽ റെയിൻ വാട്ടർ വീഴുവാനുള്ള സംവിധാനം കൂടി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഏത് കടുത്ത വേനലിലായാലും മഴവെള്ളം വീഴുവാനുള്ള സംവിധാനമാണത്. അതിനാൽ അങ്ങനെ മഴവെള്ളം വീഴുന്നതിനാൽ വീടിനുള്ളിൽ മാക്സിമം അതായത് പകൽ സമയത്ത് മാക്സിമം കുളിർമ ഈ വീടിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ സുഗന്ധപരമായ ഒരു പുക വരുവാനുള്ളൊരു സംവിധാനം കൂടി ഈ നടുമുറ്റത്തിനുള്ളിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അതിനാൽ ഏത് സമയത്തും മനോഹരമായ വളരെ സുഗന്ധമുള്ളൊരു സ്മെല്ല് ഈ വീടിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ റെയിൻ വാട്ടറും ഈ പുകയും വരുന്ന സംവിധാനത്തെക്കുറിച്ച് പ്ലാനിംഗ് സ്റ്റേജിൽ തന്നെ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചിരുന്നു. ഇത്തരം ഒരു സംവിധാനം നൽകാൻ പറ്റുമെന്ന് നൽകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു അത്ഭുതം തോന്നി. എങ്കിലും അത് ചെയ്യുവാനുള്ള പൂർണ്ണ ഒരു സ്വാതന്ത്ര്യം എനിക്ക് അദ്ദേഹം നൽകി. അതനുസരിച്ചിട്ടാണ് ഇങ്ങനൊരു സംവിധാനം ഈ വീടിന് ഞാൻ നൽകിയിട്ടുള്ളത്. ഓപ്പൺ സ്റ്റൈലിലുള്ള ഒരു ഡൈനിങ് അറേഞ്ച്മെൻ്റാണ് ഇവിടെ. വളരെ ആകർഷകമായ ഫർണിഷിംഗ്. കിച്ചണുമായി നല്ല പ്രോക്സിമിറ്റി ഉണ്ട് ഈ ഡിസൈനിങ്ങിന്. അരികിലായി നല്ലൊരു ക്രോക്കറി ഷെൽഫ്, സ്വൽപ്പം പ്രൈവസി കൂടി ഉറപ്പുവരുത്തിയുള്ള വാഷ് കൗണ്ടർ എന്നിവയും ഡൈനിങ് ഏരിയയ്ക്ക് അരികിലുണ്ട്. ഡൈനിങ്ങിനരികെ നല്ല പ്രൈവസി നൽകിയാണ് ഇവിടുത്തെ കിച്ചൺ. പ്ലോട്ടിൻ്റെ തെക്ക് കിഴക്കായിട്ടാണ് സ്ഥാനം. കോമ്പാക്റ്റാണ്, പക്ഷേ നല്ല ഒതുക്കം. സ്റ്റോറേജ് ക്യാബിനുകളും കിച്ചൺ എക്യുപ്മെൻറ്റുകളും ഒക്കെ ചേർന്ന് വളരെ സുസജ്ജമായ ഒരു അടുക്കള. തൊട്ടരികെ നല്ലൊരു വർക്കിംഗ് കിച്ചൺ, സ്റ്റോറേജ് റൂം എന്നീ സൗകര്യങ്ങളുമുണ്ട്. വാസ്തു നിയമപ്രകാരമാണ് ഈ വീടിൻ്റെ അടുക്കള ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാസ്തു നിയമപ്രകാരം അഗ്നികോണിലാണ് അടുക്കളയുടെ സ്ഥാനം, അതായത് തെക്ക് കിഴക്കേ മൂലയിൽ. അത് പ്രകാരമാണ് ഈ വീടിൻ്റെ അടുക്കള ഞാൻ ഡിസൈൻ ചെയ്തത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു വർക്ക് ഏരിയ, സ്റ്റോർ റൂം എന്നിവയെല്ലാം നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെയുള്ള ആദ്യ കിടപ്പറ ഇതാണ്. ഫോർമൽ ലിവിംഗ് ഏരിയയ്ക്ക് തൊട്ടിപ്പുറത്തായാണ് ഇതിന് സ്ഥാനം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ബെഡ് സ്പേസിന് ഇരുപുറവുമായി ധാരാളം മൂവ്മെന്റിന് ഇടമുള്ള കിടപ്പറ, വലിയ വാർഡ്രോബ്, വിശാലമായ ബാത്റൂം തുടങ്ങി ഒരു കിടപ്പറയ്ക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെയുണ്ട് ഈ മുറിക്ക്. മിസ്റ്റർ താഹയുടെ പ്രധാനമായ റിക്വയർമെൻറ്റ് 4 ബെഡ്റൂമുള്ളൊരു വീട് വേണം എന്നുള്ളതായിരുന്നു. അതനുസരിച്ച് 4 ബെഡ്റൂമുള്ളൊരു വീടാണ് ഞാൻ അദ്ദേഹത്തിന് ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുള്ളത്. അതിൽ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ താഴത്തെ നിലയിൽ മാസ്റ്റർ ബെഡ്റൂമും ഗസ്റ്റ് ബെഡ്റൂമുമാണ് നൽകിയിട്ടുള്ളത്. മുകളിലത്തെ നിലയിൽ കുട്ടികൾക്കുള്ള 2 ബെഡ്റൂംസാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ മുകളിലത്തെ നിലയിൽ കുട്ടികൾക്കുള്ള ബെഡ്റൂംസ് നൽകിയത് അവരുടെ പഠനത്തിനും മറ്റും മാക്സിമം പ്രൈവസി ലഭിക്കണം എന്നുള്ളതുകൊണ്ടാണ്. കൂടാതെ ഈ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂംസ് നൽകിയിരിക്കുന്നത് 2 കോർണേഴ്സിലായിട്ടാണ്. ആയതിനാൽ ബെഡ്റൂമുകൾ തമ്മിൽ മാക്സിമം പ്രൈവസി ലഭിക്കുന്നുമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ അടുത്ത കിടപ്പറ ഇതാണ്. ഗസ്റ്റ് ബെഡ്റൂമാണ്. നല്ല ഫർണിഷിംഗ്, ബാത്ത് അറ്റാച്ച് ഫെസിലിറ്റി ഒക്കെയുമുണ്ട് ഈ മുറിക്ക്. ഹൃദ്യമായൊരു കിടപ്പറ. കർവ് ഷേപ്പിലുള്ള ഒരു സ്റ്റെയർകേസാണിവിടെ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ്, ഗ്രാനൈറ്റിന്റെ പടികൾ എന്നിവയോടെ ഒരുക്കിയ നല്ലൊരു നിർമ്മിതി. സ്റ്റെയർകേസിന് മുകളിൽ ടോപ്പ് റൂഫിൽ വൃത്താകൃതിയും പുഷ്പദളാകൃതിയുമൊക്കെയായി ഒരു പെർഗോള പാറ്റേൺ നൽകിയിട്ടുണ്ട്. വീട്ടിനുള്ളിൽ നാച്ചുറൽ ലൈറ്റ് നിറയ്ക്കാവുന്ന ഒരു നിർമ്മിതി. പ്രഭാതം മുതൽ പ്രദോഷം വരെ സൺലൈറ്റും രാത്രി മൂൺ ലൈറ്റും വീട്ടിനുള്ളിലേക്ക് കടത്തിവിടും ഈ പെർഗോള റൂഫ്.
നേരെ താഴെ ഒരു വാട്ടർ ഫൗണ്ടെയിനും ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ സ്റ്റെയർകേസിന് മുകളിൽ ഒരു പർഗോള റൂഫ് ഞാൻ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പർഗോള റൂഫ് നൽകിയതിനാൽ മാക്സിമം നാച്ചുറൽ ലൈറ്റ് ഈ വീടിൻ്റെ ഇൻസൈഡിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ പർഗോള റൂഫ് നൽകിയതിനാൽ പകൽ സമയങ്ങളിൽ നമുക്ക് ലൈറ്റുകൾ മറ്റും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ആയതിനാൽ ഒരു പവർ സേവറായിട്ട് ഈ പർഗോള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റെയർകേസ് കയറി എത്തുന്ന മുകൾ നിലയിൽ നല്ലൊരു അപ്പർ ലിവിംഗ് ഏരിയയുണ്ട്. ഹൃദ്യമായി ഫർണിഷ് ചെയ്ത ഇടം.